ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് ഒന്നാമത്തെ യൂണിറ്റിൽ ഇനിയൊരു പോയം കൂടി ബാക്കിയുണ്ട് അല്ലേ, നത്തിങ് ട്വൈസ്. അതുകൂടി പഠിക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. സെൽമ ലാഗർലോഫ്സ് ബാങ്ക്വറ്റ് സ്പീച്ച് പേസ് ഹോമേജ് ടു ദോസ് ഹു ഹെൽപ്ഡ് ഹെർ അലോങ് ദ ജേർണി ഓഫ് ലൈഫ്. Now let's read a poem and see how special every moment in life is. Read on. എന്താ പറയുന്നത്, നമ്മൾ സെൽമ ലാഗർലോഫിൻ്റെ ഒരു പാഠം പഠിച്ചു തൊട്ട് മുമ്പ്. അതിൽ നോബൽ പ്രൈസ് കിട്ടിയതിന് അവർ നന്ദി പ്രസംഗം നടത്തുന്നുണ്ട് അല്ലേ. അതിൽ എല്ലാവർക്കും അവർ നന്ദി പറയുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു പോയമാണ്. അതിൽ എങ്ങനെയാണ്, എത്ര മനോഹരമാണ് ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റും എന്ന് പഠിക്കാൻ പോവുകയാണ്. റീഡ് ഓൺ. കണ്ടിന്യൂ ചെയ്ത് വായിക്കാനാണ് പറയുന്നത്. ഓക്കെ. നത്തിങ് ട്വൈസ്, ഒന്നും രണ്ട് പ്രാവശ്യം സംഭവിക്കില്ല. ബൈ വീസ്വ ഷിംബോർക്ക, ഒരു പോളിഷ് റൈറ്ററാണ് കേട്ടോ. സോ നമുക്ക് നോക്കാലോ. നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്, ഒരു കാര്യവും രണ്ട് പ്രാവശ്യം സംഭവിക്കില്ല. ഇൻ കോൺസിക്വൻസ് ദ സോറി ഫാക്ട് ഈസ് ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രവൈസ്ഡ് ആൻഡ് ലീവ് വിതൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. അപ്പോൾ എന്താ ഒന്നാമത്തെ ചാൻസിൽ പറയുന്നത്, ഒരു കാര്യവും രണ്ട് പ്രാവശ്യം സംഭവിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താണ് അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്, അതിൻ്റെ സോറി ഫാക്ട് ഈസ് ദാറ്റ്. ഓക്കെ, അതിൻ്റെ എന്താണ് ദുഃഖകരമായ സത്യം ഇതാണ്. എന്ത്, നമ്മൾ ഒരു മുന്നൊരുക്കവും കൂടാതെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഓക്കെ, ദാറ്റ് വി അറൈവ് ഹിയർ ഇംപ്രവൈസ്ഡ്, ഒരു മുന്നൊരുക്കവും കൂടാതെയാണ് വരുന്നത്. ആൻഡ് ലീവ് വിതൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. എന്നാൽ ഓക്കെ, നമ്മൾ വന്നു കഴിഞ്ഞു എന്നെല്ലാം നല്ലോണം പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ അത് നടക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മളിവിടുന്ന് പോകേണ്ടിയും വരുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ക്ഷണികമായ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഫസ്റ്റ് ചാൻസിൽ പറയുന്നത്. രണ്ടാമത്തെ ചാൻസ് നോക്കാലോ. ഈവൺ ഇഫ് ദർ ഇസ് നോ വൺ ഡംബർ ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് ഡെൻസ്. എന്താ പറയുന്നത്, ലോകത്തിലെ ഏറ്റവും മണ്ടൻ വേറെ ആരുമല്ല, ലോകത്തിലെ ഏറ്റവും മണ്ടൻ നിങ്ങളാണെന്ന് വെച്ചോ. ഓക്കെ, ഡംബർ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ, ഡെൻസ് എന്ന് പറഞ്ഞാലും വിഡ്ഢിയായ, മണ്ടനായ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ വേറെ ആരും നിങ്ങളെ ഏറ്റവും വലിയ മണ്ടനാണ് എന്ന് വിചാരിക്കാം. ആണെങ്കിൽ പോലും യു കാൺ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫർഡ് വൺസ്. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ നിങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്ലാസ്, സമ്മർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മുടെ എന്താണ് കാലം, നമ്മുടെ ജീവിത കാലചക്രതയാണ്, അല്ലാണ്ട് സമ്മർ വെക്കേഷൻ്റെ കാലമൊന്നും അല്ല കേട്ടോ. സോ നമുക്ക് എങ്ങനെയാണ്, നമുക്കൊരു ക്ലാസ് മിസ് ചെയ്താൽ നമുക്ക് വീണ്ടും എടുത്തു തരും. എത്ര കുറച്ച് പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികൾക്കൊക്കെ ടീച്ചർമാർ എന്താണ് രണ്ട് പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇവിടെ എന്താ പറയുക, നിങ്ങളിനി എത്ര വിഡ്ഢിയായിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ പാഠം, ജീവിതമാകുന്ന ഈ പാഠം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കിട്ടില്ല. ബിക്കോസ് ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫർഡ് വൺസ്. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു ചാൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ജീവിതത്തിലെ ഒരു നിമിഷവും ഒരു സംഭവങ്ങളും ഒരു കാര്യവും ഒരു മൊമെൻറ്റ് പോലും ഇന്ന് നടന്നതുപോലെ അല്ലെങ്കിൽ ഒരു തവണ നടന്നതുപോലെ മറ്റൊരു തവണ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് രണ്ടാമതൊരു ചാൻസ് തരില്ല. അയ്യോ ഇന്ന് ഇങ്ങനെ എല്ലാവരും നമ്മൾ ജീവിക്കേണ്ടത്, നമുക്ക് നാളെ ഇങ്ങനെ ജീവിച്ചു കളയാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ജീവിക്കാമെന്ന് ആലോചിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അല്ലേ. നമുക്ക് ഇന്നലെ ഒരിക്കലും മടക്കിക്കൊണ്ടുവരാൻ കഴിയും. ഇന്നലെ കഴിഞ്ഞു, അതൊരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല. അടുത്ത മൂന്നാമത്തെ സ്റ്റാൻസ. നോ ഡേ കോപ്പീസ് എസ്റ്റർഡേ. ഒരു ദിവസവും ഇന്നലെ കോപ്പി ചെയ്യുന്നില്ല. കാരണം ഇന്ന് ഇന്നലെയിൽ നിന്ന് വ്യത്യാസമാണ്, നാളെ ഇന്നിൽ നിന്ന് വ്യത്യാസമാണ്. ഓരോ ദിവസവും എന്താണ്, വ്യത്യാസമാണ്. നോ ഡേ കോപ്പീസ് എസ്റ്റർഡേ. നോ ടു നൈറ്റ്സ് വിൽ ടീച്ച് വാട്ട് ബ്ലിസ്സസ്. എന്താ പറയുന്നത്, രണ്ട് രാത്രികൾ അല്ലേ, ഒരു രാത്രിയിലുണ്ടായിരുന്ന സന്തോഷം അത് മറ്റൊരു രാത്രിയിൽ നമുക്ക് കിട്ടില്ല. ഈസ് പ്രിസൈസ്ലി ദ സെയിം വേ അല്ലേ. ഈ രാത്രിയിൽ നമുക്ക് കിട്ടിയ സന്തോഷം അതേ രീതിയിൽ നമുക്ക് ഒരിക്കലും മറ്റൊരു രാത്രിയിൽ നമുക്ക് കിട്ടില്ല. എന്താണ്, വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്സസ്. സോ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, കിസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്നേഹം, റിലേഷൻ, ബോണ്ട് കേട്ടോ. സോ നമ്മൾ ഇന്ന് കിട്ടുന്ന സ്നേഹവും റിലേഷൻ ബോണ്ടും നമുക്കൊന്നും റിലേഷൻഷിപ്പൊന്നും നാളെ കിട്ടിയെന്ന് വരില്ല. ആ ഒരു സ്നേഹം അതുപോലെ കിട്ടിയെന്ന് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല ഇന്ന്. ഓരോ ദിവസവും ഓരോ മിനിറ്റും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വൺ ഡേ പെർഹാപ്സ് സം ഐഡിൽ ടങ് മെൻഷൻസ് യുവർ നെയിം ബൈ ആക്സിഡൻറ്റ്. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് were flung into the room, all hue and scent. എന്താ പറയുന്നത്, ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയലാണ്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേരിനെ കുറിച്ച് പറയലാണ്, നിങ്ങൾ നല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്തി പറഞ്ഞു. എന്താണ് അത് കേട്ടപ്പോഴത്തേക്കും നമ്മൾ ഈ ലോകത്തൊന്നും അല്ലാത്ത പോലെ തോന്നിയില്ലേ, ഒരു റോസപ്പൂ വന്ന് നമ്മുടെ റൂമിലേക്ക് പറന്ന് വന്ന് വീണ പോലെ തോന്നി. അതിൻ്റെ നറുമണം റൂമ് മൊത്തം നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എ റോസ് വാട്ട് കുഡ് ദാറ്റ് ബി? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? എന്താണ്, അപ്പോൾ ഇന്നലെ എൻ്റെ പേര് അവർ പറഞ്ഞു, എന്നെ പൊക്കി പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു വേറെ ലോകത്തായി, റോസപ്പൂ പോലെയൊക്കെ തോന്നി. പക്ഷേ ഇന്ന് അതേ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കലാണ്, സമയം പോകുന്നതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കലാണ്.
അപ്പോൾ എന്താണ്, ഘടികാരത്തിലേക്ക് നോക്കിക്കൊണ്ട് സമയം പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പം ആ റോസപ്പൂവൊന്നും നമുക്ക് റോസപ്പൂവായിട്ട് തോന്നില്ല. റോസോ അതെന്താ, അത് ഒരു പൂവാണോ അല്ലെങ്കിൽ കല്ലാണോ, ആ രീതിയിലുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നലെ പറഞ്ഞതൊന്നും ഇന്ന് ഓർമ്മയുണ്ടാവില്ല മനുഷ്യന്മാർക്ക് എന്നുള്ള അർത്ഥമാണ്. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ? എന്താ പറയുന്നത്, ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ഷണികമായ, അല്ലെ? സമയം എന്ന് പറയുന്നത് ക്ഷണികമാണ്, അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കില്ല, ഒരിക്കലും നിൽക്കാത്തൊരു സംഭവമാണ് സമയം, നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നീഡ്ലെസ് ആയിട്ട് നമ്മൾ ഫിയർ ആൻഡ് സോറോ, എന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? അയ്യോ ഇന്നലെ കഴിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ട് എന്തിനാണ് നമ്മൾ സങ്കടപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. എന്താ പറയുന്നത്, സമയത്തിൻ്റെ നേച്ചറാണത്, സമയം പോയിക്കൊണ്ടേ ഇരിക്കലും, ഒരിക്കലും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. ഇന്ന് നാളെ ആകുമ്പോഴത്തേക്ക് അതെന്തായി, നാളെയായി മാറി, അല്ലേ? ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ല, എന്താണ്, അത് നിലനിൽക്കുന്നൊരു കാര്യമല്ല, അത് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അത് ഇന്നലെയായി മാറി, നാളെയായി മാറുന്നു, അങ്ങനെ അത് സമയം കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നു. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് വി പ്രിഫർ ടു സീക്ക് എ ഗോഡ് ബിനീത്ത് അവർ സ്റ്റാർ. ഓൾദോ വി ആർ ഡിഫറെൻറ്റ് വി കോൺകർ ജസ്റ്റ് ആസ് 2 drops ഓഫ് വാട്ടർ ആർ. എന്താ പറയുന്നത്, നമ്മൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, അല്ലേ? ഓൾദോ വി ആർ ഡിഫറെൻറ്റ്, നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, ഒരു മനുഷ്യനും ഒരുപോലെയല്ല. എങ്ങനെ, നമ്മൾ 2 വെള്ളത്തുള്ളികൾ എടുത്താൽ, 2 drops ഓഫ് വാട്ടർ, 2 വെള്ളത്തുള്ളികൾ എടുത്താൽ അതുപോലും കാണുമ്പോൾ ഒരു വ്യത്യാസമല്ല, എങ്കിൽ പോലും അതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മളും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്, മനുഷ്യന്മാർ തമ്മിൽ വ്യത്യാസമുണ്ട്. സോ എങ്കിലും നമ്മളൊരു കാര്യത്തിൽ യോജിക്കുന്നു. ഏത് കാര്യത്തിലാണ്? നമുക്കെല്ലാം സന്തോഷത്തോടു കൂടിയും പുഞ്ചിരിയോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഈ ജീവിതം മുന്നോട്ട് പോകണം, ഐക്യത്തോടു കൂടിയും ജീവിതം മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഈ കവിത മൊത്തമായിട്ട് എന്താണ് ഒരു അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം വളരെ ക്ഷണികമാണ്, സമയം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നിൽക്കുന്നില്ല, നമുക്ക് രണ്ടാമതൊരു ചാൻസ് കിട്ടില്ല. അപ്പോൾ ഈ ഇന്ന് കിട്ടിയ ഈ ജീവിതത്തെ മനോഹരമായി സന്തോഷമായി ജീവിച്ച് തീർക്കാനാണ് കവി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് അതിലെ ക്വസ്റ്റ്യൻ ആൻസർ കൂടി നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലൈൻ നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്? ഒരു കാര്യവും രണ്ടാമത് സംഭവിക്കില്ല എന്ന് പറയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ലൈൻ മീൻസ് ദാറ്റ് എവ്രി മൊമെൻറ്റ്, ഇവൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ് ഈസ് യുണീക്ക് ആൻഡ് ക്യാൻ നെവർ ബി റിപ്പീറ്റഡ് ഇൻ എക്സാക്ട്ലി ദ സെയിം വേ. നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും അതായത് ഒരു നിമിഷം പോലും, ഒരു സംഭവം, ഒരു അനുഭവം നമുക്ക് അതുപോലെ മറ്റൊരു ദിവസം ഉണ്ടാവില്ല എന്നാണ് ഈ ഒരു വേർഡ് കൊണ്ട്, ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ദ വേർഡ് കോസ് റെഫേഴ്സ് ടു ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ? ദ വേർഡ് കോസ് റെഫേഴ്സ് ടു ലൈഫ് ആൻഡ് ദ എക്സ്പീരിയൻസസ് ഇൻ ഇറ്റ് ഓഫേഴ്സ്. എന്താണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ആ കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതമാണ്. ഓക്കെ, കോഴ്സ് മീൻസ് ലൈഫാണ്, ആൻഡ് ദ എക്സ്പീരിയൻസസ് ഇറ്റ് ഓഫേഴ്സ്, ലൈഫിലുണ്ടാകുന്ന അനുഭവങ്ങളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ വേർഡ്സ് ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്? ഈ കോഴ്സ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കവി ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ദ പോയറ്റ് മീൻസ് ദാറ്റ് ലൈഫ് ഈസ് ഗിവൺ ഓൺലി വൺസ് ആൻഡ് വി ഡു നോട്ട് ഗെറ്റ് അനദർ ചാൻസ് ടു ലിവ് ഇറ്റ് അഗെയിൻ. നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ, ഒരിക്കൽ കൂടി ജീവിക്കാം. ഇന്നലെ ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്, നമുക്കൊന്നും കൂടി ഇങ്ങനെ ജീവിച്ച് നോക്കാം എന്നൊരു ചാൻസ് നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം റിവീൽ ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഡേ? ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതയെ എങ്ങനെയാണ് ഇവിടെ എടുത്തു പറയുന്നത്? ദ പോയം സേസ് ദാറ്റ് നോ ഡേ ഈസ് ദ സെയിം ആസ് യെസ്റ്റർഡേ ആൻഡ് നോ 2 nights ബ്രിങ് ദ സെയിം എക്സ്പീരിയൻസസ്. എന്താണ്, ഒരു ദിവസവും ഇന്നലെയല്ല, അല്ലേ? ഒരു ദിവസം ഇന്നലത്തെ പോലെയല്ല, ഓരോ ദിവസം വ്യത്യാസമാണ്. ഒരു രാത്രിയിലെ സന്തോഷം നമുക്ക് നാളെ കിട്ടില്ല. അതായത് ഇന്ന് നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് ഇതുപോലെ ആയിരിക്കില്ല നാളെ, ഓരോ ദിവസം വ്യത്യസ്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ പോയറ്റ് ഫീൽ ദാറ്റ് എ റോസ് ഹാസ് ബീൻ ഫ്ലങ് ഇൻ ടു ദ റൂം? റൂമിലേക്കൊരു പൂവ്, റോസപ്പൂ പറന്ന് വന്ന് വീണതുപോലെ കവിക്ക് എപ്പോഴാണ് തോന്നുന്നത്? The poet feels so when someone accidentally mentions the beloved person's name. അല്ലേ, ആരെങ്കിലും ഒരാളല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ പേര് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ ആണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുക എന്നാണ് കവി പറയുന്നത്. വൈ കാൺ ദ പോയറ്റ് ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്? പോയറ്റിന് എന്താണ്, ഈ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കലാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തത്, നോക്കാണ്ടിരിക്കാൻ, അല്ലേ? എന്തുകൊണ്ടാണ് നോക്കാണ്ടിരിക്കാൻ പറ്റാത്തത് അവർക്ക്? എന്തുകൊണ്ടാണ്? ദ പോയറ്റ് ഈസ് അവെയർ ദാറ്റ്
ടൈം പാസസ് ക്വിക്ക്ലി ആൻഡ് പ്രഷ്യസ് മൊമെൻറ്റ്സ് ഡു നോട്ട് സ്റ്റേ ഫോർ എവർ. എന്താ പറയുന്നത്? പ്രഷ്യസ് ആയിട്ടുള്ള സമയം ഒരിക്കലും നിലനിൽക്കില്ല. സമയം വളരെ വേഗത്തിൽ കടന്നു പോകുന്നതാണ്. വളരെ വിലപ്പെട്ട നിമിഷങ്ങൾ നിലനിൽക്കാത്തതുമാണ്. ഇത് കവിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കവിയെ ഘടികാരത്തിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡസ് ദ പോയറ്റ് ആസ്ക് us not to treat the fleeting day with fear and sorrow? പെട്ടെന്ന് കടന്നു പോകുന്ന ക്ഷണികമായ ദിവസങ്ങളെ അല്ലെങ്കിൽ സമയത്തിനെ പേടിയോടുകൂടി അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി നമ്മളതിനെ നോക്കരുത്, ട്രീറ്റ് ചെയ്യരുത് എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് പാസിങ് എവേ ഈസ് എ നാച്ചുറൽ ക്വാളിറ്റി ഓഫ് ടൈം ആൻഡ് ഫിയറിങ് ഈസ് അൺനെസസറി. ഫിയറിങ് ഇറ്റ് ഈസ് അൺനെസസറി. എന്താണ് പറയുന്നത്? ഇങ്ങനെ പാസ് ചെയ്ത് പോവുക, വേഗം കടന്നു പോവുക എന്നുള്ളത് സമയത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വഭാവമാണ്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല, ആരാലും മാറ്റാൻ പറ്റാത്തൊരു സ്വഭാവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനെ പേടിക്കുക, ആ സമയത്തെ പേടിക്കുക എന്നുള്ളത് അൺനെസസറി, ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. വാട്ട് ഡസ് ദ ലൈൻ ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ ടെൽ us അബൌട്ട് ദ നേച്ചർ ഓഫ് ടൈം? എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ എന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ടെൽസ് us that time never stops. സമയം ഒരിക്കലും നിൽക്കുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ടുഡേയ്സ് മൊമെൻറ്റ്സ് ക്വിക്ക്ലി ബിക്കം പാർട്ട് ഓഫ് ദ പാസ്റ്റ്. ഇന്നിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ കഴിഞ്ഞതുപോലും നമ്മൾ പറഞ്ഞു തീർന്നാൽ അത് പാസ്റ്റായി കഴിഞ്ഞു. ഓക്കെ, അതൊരു മെമ്മറി ആയി കഴിഞ്ഞു, അത് നമ്മുടെ പാസ്റ്റ് കാര്യമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ടുഡേയ്സ് ഓൾവേസ് ഗോൺ ടുമോറോ. എല്ലാം പാസ്റ്റ് കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കലാണെന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ പോയറ്റ് എസ്റ്റാബ്ലിഷ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ? ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പ്രത്യേകത എന്ന് കവി പറയുന്നത് എന്താണ്? ദ പോയറ്റ് സേസ് ദാറ്റ് പീപ്പിൾ ആർ ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. ഓരോ വ്യക്തിയും വ്യത്യാസമാണ്. ജസ്റ്റ് ആസ് നോ ടു ഡ്രോപ്സ് ഓഫ് വാട്ടർ ആർ എക്സാക്ട്ലി അലൈക്ക്. രണ്ട് വെള്ളത്തുള്ളികൾ പോലും ഒരുപോലെയല്ല, അതുപോലെയാണ് ഓരോ മനുഷ്യരും തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട് എന്നാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അത്രയേ ഉള്ളൂ. ഇനി ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി നോക്കാം. ഹൗ ഈസ് ടൈം പോർട്രേഡ് ഇൻ ദ പോയം? എങ്ങനെയാണ് സമയത്തെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? ടൈം ഈസ് പോർട്രേഡ് ആസ് ഫ്ലീറ്റിംഗ്, എവർ ചേഞ്ചിങ് ആൻഡ് ഇമ്പോസിബിൾ ടു സ്റ്റോപ്പ് ഓർ റിപ്പീറ്റ്. എന്താണ്? എപ്പോഴും സ്പീഡിൽ ക്ഷണികമായി പോയിക്കൊണ്ടിരിക്കുന്ന, വളരെ ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എവർ ചേഞ്ചിങ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇമ്പോസിബിൾ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊക്കെയാണ് സമയത്തെക്കുറിച്ച് പറയുന്നത്. വാട്ട് ഫീലിംഗ് ഡസ് ദ മെൻഷൻ ഓഫ് യുവർ നെയിം ഇവോക്ക്? യുവർ നെയിം, നിങ്ങളുടെ പേര് എന്നുകൊണ്ട് ഇവിടെ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? എന്ത് ഫീലിംഗ് ആണ് വരുന്നത്? ഇറ്റ് ഇവോക്സ് ഫീലിങ്സ് ഓഫ് ജോയ്, ലവ്, ബ്യൂട്ടി ആൻഡ് പ്ലസൻറ്റ് മൊമെൻറ്റ്സ്. അല്ലേ? സന്തോഷമാണ്. നമ്മുടെ പേര് ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് സന്തോഷമാണ്. വാട്ട് ഡസ് ദ ക്ലോക്ക് സിംബിളൈസസ്? എന്താണ് ക്ലോക്ക് എന്തിനാണ് സിംബിളൈസ് ചെയ്യുന്നത്? ദ ക്ലോക്ക് സിംബിളൈസസ് ദ കണ്ടിന്യൂസ് പാസേജ് ഓഫ് ടൈം ആൻഡ് ദ ടെമ്പററി നേച്ചർ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികമായ അവസ്ഥയാണ് അത് കാണിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ക്ലോക്ക് സിംബിളൈസ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ പോയം വ്യൂ ഹ്യൂമൻ റിലേഷൻഷിപ്സ്? ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഈ പോയത്തിൽ എടുത്തു കാണിക്കുന്നത്? ദ പോയം വ്യൂസ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആസ് പ്രഷ്യസ് ആൻഡ് ബേസ്ഡ് ഓൺ ലവ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാർമണി ഡെസ്പൈറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എന്താണ്? ഓരോ ഇൻഡിവിജ്വലും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അവരുടെ സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കൊണ്ട് റിലേഷൻഷിപ്പ് പ്രഷ്യസായി മാറുന്നു എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു പോയം എക്സ്പ്ലനേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം മറ്റൊരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്